സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആരും ഇരുട്ടത്തായിരിക്കത്തില്ല. ക്രിസ്തുവിലൊരു വ്യക്തിയായാൽ ആ വ്യക്തി ഇരുട്ടിനെ ജയിക്കുന്ന വ്യക്തിയായിരിക്കും. നമ്മൾ വായിച്ച ആ വാക്യത്തിൽ 9-ാം വാക്യത്തിനകത്ത് അത് വന്ന് പറയാൻ ദൂതന്മാർ വന്ന് നിൽക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നിയെന്നാണ്. യേശുവിൻ്റെ വാർത്ത പറയാൻ വന്നപ്പോൾ തന്നെ ഇരുട്ടായിരുന്ന ഒരു സ്ഥലം അങ്ങ് വെളിച്ചമായി. യേശുവിനെ കുറിച്ച് പറയാൻ ദൂതന്മാർ വന്നപ്പോൾ തന്നെ അവിടെ എല്ലാം അങ്ങ് പ്രകാശമായി. നിങ്ങളുടെ ഇരുട്ടായിരിക്കുന്ന ജീവിതത്തിൽ, ഇരുട്ട് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ, അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതം ഒരു വെളിച്ചമാകുവാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തു തന്നെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ് യേശു പറഞ്ഞത്. എന്നിൽ വസിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ വസിക്കുകയില്ലെന്നാണ് യേശു കർത്താവ് വ്യക്തമാക്കിയത്. ഇരുട്ടിനവനെ ഒരിക്കലും ജയിക്കുവാൻ കഴിയത്തില്ല. വെളിച്ചം ഇരുട്ടിനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കും അറിയിക്കാനുള്ളത് ആ മഹാസന്തോഷത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ആ സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ദൂതന്മാർ വന്ന് പറയുന്നത് ദുഃഖിച്ചല്ല. ഒരു വളരെ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹെവനിൽ ഏഞ്ചൽസിൻ്റെ ഇടയിൽ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു യേശുവിൻ്റെ ജനനത്തിൽ ഉണ്ടായത്. ഹല്ലേലൂയ. നമ്മളും ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ദൈവപുത്രനായവൻ, സർവശക്തനായവൻ, സർവജ്ഞാനിയായവൻ, സർവവ്യാപിയായവൻ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തു കൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാകുന്ന ആൽഫയും ഒമേഗയുമാകുന്ന ഇത്ര വലിയവനായ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വന്ന് ജനിച്ചത്, നമുക്ക് വേണ്ടി കടന്നു വന്നത്, നമുക്ക് വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:16 എഴുതിയിട്ടുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന്, പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇതൊരു വലിയ സന്തോഷകരമായ ഒരു വാർത്തയാണ്.